അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്താക്കിയത്, ഈ പെണ്ണ് ചായ മേടിച്ചുകൊണ്ട് വന്നു. പത്തിരി ഉണ്ട്, 2 അടയുണ്ട്. പിന്നെ ഞങ്ങൾ മിനിയാന്ന് അഡ്മിറ്റ് ആകുമ്പോൾ ഒരു ബ്രെഡ് മേടിച്ചു. അതപ്പോൾ നാശമായി പോകണ്ടല്ലോ വെച്ചിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയ ജാമ് മേടിച്ചോ, നമുക്കതിന്ന് തിന്നാം, അല്ലെങ്കിൽ ബ്രെഡ് നാശമായി പോകില്ലേ. അപ്പോൾ ഞങ്ങൾ ചായ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു വീഡിയോ എടുത്താലോ, ഹോസ്പിറ്റൽ ലാസ്റ്റ് ഡേ എടുത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ കയ്യിൽ നിന്ന് ഊരിയിട്ടില്ല, ഇന്നലെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ എപ്പോഴാണ് കഴിഞ്ഞാൽ 11:30 അല്ലേ, 11:30 കഴിഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. പിന്നെ ഇന്ന് ഞങ്ങൾ ചായ അടിച്ചുകൊണ്ട് കട്ടൻ ചായയാണ്. അത് ഈ പെണ്ണട തിന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ പത്തിരി തൊട്ടിട്ടില്ല. പിന്നൊക്കെ തന്നെ പരിപാടി. ഇനി ഡോക്ടർ വരും. ഡോക്ടർ വരുന്നതിൻ്റെ മുന്നേ കുളിക്കണം, കുളിച്ചിട്ടിരിക്കണം. പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകണം. ഇന്ന് ലാസ്റ്റാണ്. പിന്നെ കുറേ എക്സസൈസ് പറഞ്ഞിട്ടുണ്ടാവും, ഒന്നും കൂടിയും ചോദിക്കണം. പകുതി എണ്ണം മറന്നുപോയി തോന്നുന്നു, ഒന്നും കൂടി ഏതൊക്കെയാണെന്ന് ചോദിക്കണം. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓടുന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ടൈമിൽ 7 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ആ ടൈമിൽ നിങ്ങളുടെ ഫോണിലേക്ക്, സബ്സ്ക്രൈബ് ചെയ്തവരുടെ ഫോണിലേക്ക് നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എത്തും, രഞ്ജൂസ് കലേരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടണതുപോലെ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൗകര്യത്തിന് വീഡിയോ ഇരുന്ന് കാണാം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ വീഡിയോയിലും പറയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ. ഒരു കുട്ടികൾ നമ്മൾ ഒരാൾ മാത്രം കമൻറ്റ് ചെയ്യേണ്ട, അത് സ്ഥിരം കമൻറ്റ് ചെയ്യും. വേറൊരാൾ നമ്മൾ 200-300 ചില്ലറ ആൾക്കാർ കാണുന്നുണ്ട്, അതിൽ 299 ആൾക്കാർ കമൻറ്റ് ചെയ്യണില്ല, ഒരാൾ മാത്രം കമൻറ്റ് ചെയ്യണ്ട. അതെന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടണില്ല. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നറിയില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നല്ലല്ലേ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം മാറ്റം ഇപ്പം എന്തായാലും വരുത്താൻ പറ്റില്ല. നമ്മൾ ഒരു കൊച്ചു വയ്യായിട്ട് ഇങ്ങനെ ഇരുന്നാണ്, ഹോസ്പിറ്റലിലാണ്, വീട്ടിലാണ്, 2 മാസം റെസ്റ്റിലാണ്, എക്സസൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പറ്റണ പോലെയുള്ളൊരു വീഡിയോസ് നിങ്ങൾക്ക് നമ്മളെ ചാനലിൽ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊക്കെ വിചാരിച്ചിട്ട് വരിക, കുറേ വിചാരിച്ചിട്ടൊന്നും ചാനലിലേക്ക് വരാതിരിക്കുക. നമ്മളൊരു മീഡിയം ലെങ്ത്തിൽ ഉണ്ടാവുള്ളൂ, ഫാമിലി വ്ളോഗായിട്ട് ചെറിയ രീതിയിലുണ്ടാവുള്ളൂ നമ്മൾ വീഡിയോ എടുക്കുക. അപ്പോൾ ഞങ്ങൾ ചായ കൊടുക്കട്ടെ, ചായ കുടിച്ചിട്ട് കുളിക്കണം. അപ്പോഴത്തേക്ക് ഡോക്ടർ വരും. പിന്നെ ക്ലീൻ ചേച്ചികൾ വരാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ തുടക്കലും പിടിക്കലായ ബാഗൊക്കെ മാറ്റി കൊടുക്കേണ്ടിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചായം കുടിച്ചൊന്ന് കുളിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ. അപ്പോൾ ഡോക്ടർ ഒരു 9 മണി 9:15 ഉള്ളിൽ വരും. ഇന്നലെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഓസാകത്തു. അപ്പോൾ അതപ്പോൾ കുളിച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ ഷർട്ട് ഇടുകയാണ്. ഷർട്ട് ദീപണ്ണ ഇട്ട് തരുകയാണ്. തല തോർത്ത് തന്നു, കുളിപ്പിച്ച് തന്നു. ആളിതാ ബട്ടൺസ് എടുക്കുകയാണ് ഗായ്സ്. ഇനി കുറി തൊട്ട് കേട്ടോ. ഇവിടുത്തെ ബട്ടൺ സഹിക്കണേ കഴുത്തത്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യണം. ഞാൻ ഇന്നലെ എക്സസൈസൊന്നും അധികം ചെയ്തില്ല. ഇന്നലെ ഈ ട്രിപ്പ് ഇട്ട് എൻ്റെ വേദനയായിട്ടേ അനങ്ങാനും തിരിയാനൊന്നും പറ്റില്ല. കുറേ തിരിയണം മറിയണമൊക്കെ വേണം. അപ്പോൾ ഇനി ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ കാണാം നമുക്ക്.
ക്യാനിൽ ഊരി ദീപണ്ണതാ ദീപണ്ണത അവിടെ നിൽക്കണം എൻ്റെ അക്ഷരത്തെറ്റൊക്കെ തിരുത്താനായിട്ട്. അപ്പോൾ ദീപണ്ണ അക്ഷരസ്ഫുടത ഒക്കെ മാറ്റി അക്ഷരത്തെറ്റൊക്കെ മാറ്റി തന്ന് പറഞ്ഞു തന്നു. ടീച്ചറൊക്കെ ഇപ്പോൾ കുറേ മുടിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് മറ്റേ നമ്മുടെ ഇവിടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലായിട്ട് നിൽക്കുകയാണ്, എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ദീപണ്ണത കുറേ നേരം അങ്ങോട്ട് നടക്കും അങ്ങനെ ആയിട്ട് ഹായ് കൊടുക്ക്. ദീപണ്ണ നമ്മുടെ ചാനലിൽ ഇനി വരില്ല എന്ന് പറഞ്ഞേക്കാണ്. അതൊന്നുണ്ടോ വന്നന്ന് ആൾക്ക് ബുധനാഴ്ച തൊട്ടുള്ള പരിപാടിയായിരുന്നു ഇത്. അങ്ങനെ ആദ്യം ഒച്ചപ്പാടുണ്ടാക്കുക, ഇതന്നെയാണ് പണി. ആളെ മുഖം ശരിക്കും കാണിച്ചു തരാം. ഒരു പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ ഇങ്ങനെയൊക്കെ അത് പൊട്ടിക്കും. അത് രണ്ടാവും ആളെ കളി. അപ്പോൾ നമ്മളെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഇനിയുള്ളൂ. ഇനി അച്ഛനെ വിളിക്കണം, അച്ഛൻ ഓട്ടോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഓട്ടോയിൽ വിടാൻ കേട്ട് പോകുക. നല്ല മഴക്കാറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയായില്ലേ, 12:45 മണിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ ഇതുവരെയായിട്ട് കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ട് ആ ഒറ്റ ഒരാൾ മാത്രമേ കമൻറ്റ് ഇടുന്നുള്ളൂ. ബാക്കി 299 ആൾക്കാർ പറയുന്നില്ല. ഇതിൽ തന്നെ പറഞ്ഞു തോന്നുന്നു. ഇപ്പോൾ ദീപണ്ണ ഒക്കെ എന്നെ തിരുത്തുന്നുണ്ട്, കാരണം ഞാൻ വയസ്സായത്, എനിക്ക് മറവി രോഗം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ ഇനി വീട്ടിലാവും നമ്മുടെ വ്ളോഗ് അല്ലേ. അപ്പോൾ ടാറ്റ കൊടുക്ക്.